ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. അഫ്ഗാനി ചിക്കൻ ആണ്. എല്ലാവരും എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സോ ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 750 ഗ്രാംസ് ചിക്കനാണ്. അതിലേക്ക് കുറച്ച് ഉപ്പിടുകയാണ്. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ലെമൺ. ഇത് മൂന്നും കൂടി ഇട്ടിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്യാനായിട്ട് നല്ല തിരുമ്മി കൊടുക്കുക. ഇത് മൂന്നും നല്ലോണം മിക്സ് ആകണം, ചിക്കനിൽ നല്ലോണം പിടിക്കണം. ഇത് മാരിനേറ്റിന് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ നേരം വെക്കുന്നവർക്ക് വെക്കാം, കുഴപ്പമൊന്നുമില്ല. ഇല്ല, പെട്ടെന്ന് ചെയ്തെടുക്കണമെങ്കിൽ ഒരു 10 മിനിറ്റ് വെക്കുക. അപ്പോൾ ഇത് നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ മാരിനേറ്റ് ആകുന്നതിനുള്ളിൽ നമുക്കൊരു ഗ്രീൻ മസാല ഉണ്ടാക്കിയെടുക്കാം. അതിൽ ചെയ്യാനായിട്ട് ഒരു ജാറിലേക്ക് 1 പിടി പുതിനയില, ഒരു അരപ്പിടി മല്ലിയില ഉണ്ട്, ഒരു 8 പച്ചമുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു മീഡിയം സൈസ് സവാള കട്ട് ചെയ്തത്, ലാസ്റ്റായിട്ട് കുറച്ച് കാഷ്യൂനട്ട്, ഒരു ക്രീമി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാഷ്യൂനട്ട്. ഇതും കൂടി ഇടുക, ഇച്ചിരി കൂടി ഇടാം. ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതുപോലാണ് നമുക്ക് മസാല അരച്ച് വേണ്ടത്. നമുക്ക് മെയിൻ പ്രിപ്പറേഷൻ തുടങ്ങാൻ പോവാണ്. അഫ്ഗാനി ചിക്കൻ ചെയ്യാനായിട്ടുള്ള മെയിൻ മസാല ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബീറ്റ് ചെയ്ത കേർഡ് എടുത്തിട്ടുണ്ട്, തൈര് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒഴിക്കാം. അതിലേക്ക് ഒരു ഫുൾ പാക്കറ്റ് ഫ്രഷ് ക്രീം ഇടാം. എന്നിട്ട് നമ്മൾ അരച്ചു വെച്ച ഗ്രീൻ മസാല ഇതിലേക്ക് ഒഴിക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചാറ്റ് മസാല ഇടുക, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് കസൂരി മെത്തി നല്ലോണം പൗഡറാക്കി കൈ കൊണ്ട് തന്നെ തിരുമ്മിയിടാൻ മതി. നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഈ കസൂരി മെത്തി ഇടുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കന് ഇതിലോട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 20 മിനിറ്റ്സ് വെക്കാൻ പോവാണ്. ഈ മസാലാസ്, നമ്മളിട്ട മസാലാസൊക്കെ ഇല്ലേ, അതിൽ കൂടി ഒന്ന് നല്ലോണം ചിക്കന് ഈ കേർഡിലും ക്രീമിലും ഒക്കെ നല്ലോണം ഒന്ന് മാരിനേറ്റ് ആവണം. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ഞാനിത് അടച്ചു വെക്കാൻ പോവാണ്. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രില്ലിംഗ് പാന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനല്ലേ, അതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഗ്രേവി ഇല്ലാതെ നമുക്ക് ചിക്കൻ മാത്രമായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വെക്കാം. ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ നല്ല ഷാലോ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ ഗ്രേവി കുക്ക് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് ചൂടായ പാനിലേക്ക് കുറച്ച് ബട്ടർ ഇടാണ്. ഇതിൻ്റെ കൂടെ കുറച്ചുകൂടെ ഓയിലും കൂടെ. സ്റ്റവ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് നമ്മളുടെ കേർഡിൻ്റെ ഗ്രേവി ഇല്ല, അത് ഇതിലേക്ക് മെല്ലെ ഒഴിക്കുക. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട്
ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഷാലോ ഫ്രൈ ഇല്ല, അത് ചെയ്ത് വെച്ച ചിക്കന് ഇതിലോട്ടിടുക. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. കുറവാണെങ്കിൽ കുറച്ച് ഇട്ടിട്ട് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 10 നിമിഷം കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കുന്നവർക്കൊക്കെ മനസ്സിലാവും, നമ്മുടെ വീട് മൊത്തം നല്ലൊരു മണമായിരിക്കും. അടിപൊളി ക്രീമി അഫ്ഗാനി ചിക്കനാണ് ഇവിടെ റെഡി ആയിരിക്കുന്നത്. ഞാനിവിടെ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അപ്പം ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. സോ നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് കസൂരി മേത്തി, പിന്നെ ഒരു നുള്ളും നമ്മുടെ മല്ലിയിലയല്ലേ, കൊറിയാണ്ടർ ലീഫ്, അതും കൂടെ വെക്കാണ്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അഫ്ഗാനി ചിക്കൻ അടിപൊളിയാണ്. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ട്രൈ ചെയ്യാം. പക്ഷേ ഈ ഒരു ഗ്രേവി കൂടുതൽ നമുക്ക് പൊറോട്ട, ചപ്പാത്തി, പിന്നെ ഗീ റൈസിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് മൊത്തം തിന്നാൻ പോവാണ്. എന്നിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.